വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു യാസ് സൊല്യൂഷൻസ്. നമ്മൾ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഒരു ഹിപ്പ്ഡ് റൂഫ്, ഈ കൂര പക്ഷേ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഷേപ്പിനെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ പഴയ ഒരു നാലുകെട്ട് വീട് അങ്ങനെയുള്ള ടൈപ്പിലൊക്കെ ഉള്ളതാണ് ഇപ്പോൾ കൂടുതൽ വരുന്നത്. അപ്പോൾ അതിനൊക്കെ കൂര വരയ്ക്കാനായിട്ട് ഒരു ശകലം ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു കേസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ ഒരു കോംപ്ലക്സ് ഷേപ്പിലുള്ള ഒരു റൂഫാണ്, ഹിപ്പ്ഡ് റൂഫാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഔട്ട്ലൈൻ. ആക്ച്വലി ഔട്ട്ലൈൻ മാത്രമേ ഞാനിപ്പോൾ ടോപ്പ് വ്യൂവിൽ കാണിച്ചിട്ടുള്ളൂ. ഈ ഒരു ഔട്ടർ വ്യൂവിൽ ഈ ഒരു ഔട്ടർ ലൈൻ ഈ ഒരു ഷേപ്പിലാണ് പ്ലാൻ കിടക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് സ്ലോപ്രൂഫ് വരയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഔട്ടർ ലൈനിൽ നമ്മൾ ഇതിനെ റെഫറായിട്ട് വെച്ചിട്ട് എങ്ങനെയാണ് റൂഫ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ നടുക്ക് കാണുന്നതെന്ന് പറയുന്നത് ഓപ്പൺ ഏരിയയാണ്, കോട്ടിയാട്. ഈ പറഞ്ഞ നടുക്ക മഴയോ ഒക്കെ വരുന്ന രീതിയിലുള്ള ഒരു ഓപ്പൺ ഷെയ്ഡാണ്. അപ്പോൾ ഇതിനകത്ത് സൈഡുള്ളതിന് മാത്രമാണ് നമ്മളിപ്പോൾ കൂര കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതിനുള്ളത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഓഫ്സെറ്റ് എടുക്കുക. ഇതെല്ലാം നോർമൽ 0 ലെയറിലാണുള്ളത്. ഞാൻ 0 ലെയറിൽ നിന്ന് എടുത്തിട്ട് വരയ്ക്കുമ്പോഴത്തേക്കും ആ റൂഫോ അല്ലെങ്കിൽ റെഫറൻസ് ലെയറിലോട്ട് ചേഞ്ച് ചെയ്യാം. ഓക്കെ, നമുക്കൊരു കളർ വ്യത്യാസത്തിന് വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമല്ല. ഇപ്പോൾ ഓഫ്സെറ്റ് എടുക്കുക, 90 സെൻറ്റിമീറ്റർ ഓഫ്സെറ്റ് എടുക്കുക. എന്നിട്ട് ഞാൻ ഇത് 90 സെൻറ്റിമീറ്ററിന് ഓഫ്സെറ്റ് എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഈ ഒരു നല്ല വലിയ വീടാണേ, അപ്പോൾ ഈ ഒരു ഏരിയയാണ് ഞാനിപ്പോൾ എടുക്കാൻ പോണത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടം വരെയേ പാടുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനകത്തൊരു കോപ്പി എടുക്കാം. ഞാൻ ആദ്യം ഇവിടെയും ഇവിടുത്തെ ഒരു പോർഷനും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ മാറ്റുക. ഇത് ആക്ച്വലി നമുക്ക് വോളിൻ്റെ അളവാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വരെ വരത്തുള്ളൂ. ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു അളവും ഈ അകത്തിരിക്കുന്ന ലൈനാണ്, ഇതിൻ്റെ നടുക്ക് കൂടെയാണ് നമ്മൾ റൂഫ് വരയ്ക്കാൻ പോകുന്നത്. ഞാനിതിനെ കോപ്പി എടുത്തിട്ട് നേരെ എടുത്തോട്ടിങ്ങനെ മാറ്റി വെക്കുക. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ കൂര വരയ്ക്കേണ്ടത്. ഇതിനാദ്യം നമ്മൾ 3Dയിലാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 3Dയിൽ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോസിബിൾ റെക്റ്റാങ്കിൾസ്, മാക്സിമം പോസിബിൾ വലിയ റെക്റ്റാങ്കിൾസ് ഒക്കെ നമ്മൾ വരച്ച് റൂഫിയുടെ എല്ലാ സ്പേസേയും കവർ ചെയ്യുക. ഒരു സ്പേസ് പോലും വിട്ടുപോകരുത്. അപ്പോൾ അങ്ങനെ കവർ ചെയ്യാനായിട്ടാണ് ആദ്യം നോക്കുന്നത്. അതിന് ഇതേ കളറിൽ തന്നെ വരച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ വേറെ ഒരു കളറിൽ റെഫറൻസിന് പറഞ്ഞിട്ടുള്ളൊരു റൂഫിൻ്റെ കളറിൽ തന്നെ, ഓടിൻ്റെ കളറിൽ ഒരു റെഫറൻസിന് പറഞ്ഞൊരു ലെയർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലെയർ കറണ്ട് ആക്കിയിട്ട് ഞാനിപ്പോൾ വരയ്ക്കാൻ പോവുക. ഞാനിപ്പോൾ റെക്റ്റാങ്കിളാണ് എടുക്കാൻ പോകുന്നത്. പോസിബിൾ സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ റെക്റ്റാങ്കിൾ എടുത്താൽ കറക്റ്റായിട്ട് വരത്തില്ല. പല പ്രാവശ്യം നമ്മൾ ഈ തെറ്റായിട്ട് പോകുന്നതെല്ലാം ഇങ്ങനെ ഒരു കേസ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് വേണം, ഇത് ഫുൾ ടോട്ടലായിട്ട് വേണം നമുക്കത് എടുക്കാനായിട്ട്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ നേരെയായിട്ടുള്ളതാണ് നമ്മൾ എടുക്കാൻ പോണത്. നമുക്ക് വേണമെങ്കിൽ ഒരു റെഫറൻസ് ലൈൻ ഒരു സൈഡിൽ വരച്ചാൽ മതി. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ ഇതിനകത്ത് ഞാനിങ്ങനെ ഒരു പോയിൻ്റ് എടുത്തു. റെക്റ്റാങ്കിൾ വരയ്ക്കുന്നത് ഇതിനെയും കൂടെ ചേർത്തിട്ട് വേണം. ഇപ്പോൾ ഈ ഒരു പോയിൻ്റിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിയർ ചെയ്യരുത്, ഇവിടം വരെ വേണം. ഓക്കെ, ഇപ്പോൾ ഇവിടം വരെ ഉള്ളത് എടുത്തു. അതേപോലെ തന്നെയാണ് ഇങ്ങേറ്റത്തും വരുന്നത്. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു റെക്റ്റാങ്കിൾ വേണമെങ്കിലും മിറർ എടുത്തിട്ടോ കോപ്പി എടുത്തിട്ടോ നമുക്ക് വെക്കാൻ പറ്റും. ഞാനിപ്പോൾ മിറർ കൊടുക്കുക. ഈ 2 ഏരിയയും കൂടെ എനിക്ക് കവറായി കഴിഞ്ഞു. പിന്നെ വേണ്ടത് ഇങ്ങനെ ഫുൾ ഇതായിട്ടാണ് അടുത്തത് എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരു റെക്റ്റാങ്കിൾ എടുക്കുക. ഫുള്ള് വേണേ, അതിനകത്തും പകുതി ആവരുത് ഒരിക്കലും. അപ്പോൾ ഇവിടെ നിന്ന് ഞാനൊന്ന് ട്രാക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ട്രാക്കിങ് കറക്റ്റായിട്ട് വരത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഹോൾ ഉണ്ടാവും. സോ നമ്മൾ അവിടെ വേണമെങ്കിൽ ഇതേപോലെ റെഫറൻസ് ലൈൻ വരച്ചിട്ട് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഇത് തന്നെയാണ് ഇങ്ങോട്ടും വരാൻ പോകുന്നത്. ഇത് ഈക്വൽ ആയിട്ടുള്ളൊരു ഇതാണ്. അതർവൈസ് നമുക്ക് വരയ്ക്കണമെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. റെഫറൻസ് ആയിട്ട് വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ഈ ഒരു പോയിൻ്റ് എടുക്കുക. എന്നിട്ട് ഞാൻ റെക്റ്റാങ്കിൾ REC എൻ്റർ കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഇവിടം വല്ല ഒരു റെക്റ്റാങ്കിൾ ഞാൻ വരയ്ക്കുക. ഇപ്പോൾ ഏതൊക്കെ പോർഷനാണ് കവറായിട്ടുള്ളത്, ബാക്കി എല്ലാ പോർഷനും കവേഴ്സായി, പക്ഷേ ഈ ഒരു സംഭവം കവറായിട്ടില്ല. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ഒരു റെഫറൻസ് ഇവിടെ വരച്ചു കഴിഞ്ഞു. എന്നിട്ട് ഞാൻ റെക്റ്റാങ്കിൾ എടുത്തു. ഇവിടെ നിന്ന് ഇവിടം വരെ ഞാൻ റെക്റ്റാങ്കിൾ എടുത്തു. ഓപ്പോസിറ്റ് പോയിൻറ്റ്സ് നമുക്ക് വേണമെന്നായതുകൊണ്ടാണ് ഒരു സ്ഥലത്ത് മാത്രമേ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഈ കിട്ടിയിട്ടുള്ള ഈ ഒരു 2 ഇത് കറക്റ്റ് ട്രാക്കായില്ലെന്ന് തോന്നുന്നു. വേണമെങ്കിൽ നമുക്കിവിടെയും റെഫറൻസ് എടുക്കാം. നമ്മളിത് 3D ആണ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ചെറിയതായിട്ടൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിലും നമുക്കതൊരു ഹോൾ പോലെ 2 ഇമേജിൽ കാണിച്ചു തരും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എക്സാക്റ്റ് ഉള്ളത് എടുക്കാം.
ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ എല്ലാ പോർഷൻസും കവറായി. ഈ പോർഷൻസിൽ മാത്രമാണ് നമുക്ക് കൂര വേണ്ടത്. അപ്പോൾ ഞാൻ 1 2 3 4 5 റെക്ടാങ്കിൾസാണ് ഞാൻ വരച്ചിട്ടുള്ളത്. ഇപ്പോൾ ഓരോരോ റെക്ടാങ്കിളെയും സെപ്പറേറ്റ് നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യണം. അതിൻ്റെ മുമ്പ് ഞാൻ എല്ലാത്തിനും ഒന്ന് റീജിയൻ ചെയ്തേക്കാം. വരച്ചത് റെക്ടാങ്കിൾ ആണെങ്കിൽ പോലും നമുക്ക് റീജിയൻ ചെയ്ത് കഴിഞ്ഞാൽ സർഫേസ് ക്രിയേറ്റ് ആവുന്ന റിസ്ക് ഒഴിവായി കിട്ടും. ഓക്കെ, ഞാനിപ്പോൾ 5 റീജിയൻസ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇതെല്ലാം ടോപ്പ് വ്യൂ വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോണത്. സോ ഇപ്പോൾ ഇതെടുത്തു ഓരോരെണ്ണമായിട്ട് ഇനി നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ കിട്ടി. ഇനി നമ്മൾ ഓരോരെണ്ണമായിട്ടാണ് എക്സ്ട്രൂഡ് ചെയ്യേണ്ടത്. ഞാൻ ഈ XT ചെയ്തു. എന്നിട്ട് ഈ ഒരു റെക്ടാങ്കിൾ ആദ്യം എടുക്കുക, എൻ്റർ കൊടുക്കുക. ഇവിടെ ടാപ്പർ ആംഗിളിനുള്ളത് കൊടുക്കുക. അവിടെ 60 ആണ് നമ്മൾ കൊടുക്കേണ്ട അളവ്. 60 കൊടുത്തു. ഹൈറ്റ് നമുക്ക് 1000 ആണ് വേണ്ടത്. എൻ്റർ കൊടുത്തു. അതേപോലെ തന്നെയാണ് അടുത്തതും ചെയ്യേണ്ടത്. എൻ്റർ, ഈ ഒരു റെക്ടാങ്കിൾ എടുക്കുക, എൻ്റർ കൊടുക്കുക. ടാപ്പർ ആംഗിൾ T എൻ്റർ കൊടുക്കുക. 60 കൊടുക്കുക. അതേപോലെ 1000 എന്നുള്ളത് അടിച്ചു കൊടുക്കുക. ഓക്കെ, അതേപോലെയാണ് ഈ ബാക്കിയുള്ള റെക്ടാങ്കിൾസും നമ്മൾ ചെയ്യേണ്ടത്. ടാപ്പർ 60 കൊടുത്തു. ആംഗിൾ നമുക്ക് 1000 ഇവിടെ കൊടുത്തു. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിറർ ചെയ്തോ കോപ്പി ചെയ്തോ വേണമെങ്കിലും വെക്കാം. അതർവൈസ് നമുക്ക് ഒന്നും കൂടെ ഇത് ക്രിയേറ്റ് ചെയ്താലും തെറ്റില്ല. ഓക്കെ, ഇതിനകത്ത് ടാപ്പർ ആംഗിൾ 60, അതേപോലെ 1000. അതേപോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. ക്രെഡിറ്റ് സെലക്ട് ചെയ്യുക, ടാപ്പർ ആംഗിൾ ചെയ്യുക 60. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിട്ടാണ് നമുക്ക് വേറെ ടൈപ്പിൽ ഒരു 4 എണ്ണമായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് മാത്രം പോരാ, നമുക്ക് ഇവിടുന്ന് ഇവിടം വരെ വേണമെങ്കിലും നമുക്ക് ഒരെണ്ണം വരയ്ക്കേണ്ടതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, റെക്റ്റാങ്കിൾ എടുക്കുക. ഈ പോയിൻ്റിൽ നിന്ന് നമുക്ക് ഈ ഒരു പോയിൻ്റ് കോർണർ ഏൽപ്പിച്ച് വരുന്ന ഈ ഒരു പോയിൻ്റിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇപ്പുറത്തും വേണ്ടത്. ഇത് നമുക്ക് ഇപ്പോൾ എക്സ്ട്രൂഡ് ചെയ്യാം. എൻ്റർ, ടാപ്പർ ആംഗിൾ 60, 1000. ഇപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഇപ്പുറത്തോട്ട് മിറർ ചെയ്ത് വെക്കാം. F8 ഓൺ ചെയ്തിട്ട് ശകലം കൊടുത്തെങ്കിലും നമുക്കിത് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെയായിട്ടാണ് നമുക്ക് ഫുള്ള് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിനെ നമുക്ക് ഐസോമെട്രിക് വ്യൂവിലോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇരിക്കുന്നത്. ഞാനൊരു ഷെയ്ഡഡ് വ്യൂവിനകത്ത് വെക്കാം. നമുക്ക് ഇങ്ങനെയാണ് കൂര കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇതെല്ലാം ഓരോരോ പാർട്ടിക്കലായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇതിനെ നമുക്ക് ഒന്നാക്കണമെന്നുണ്ടെങ്കിൽ യൂണിയൻ ചെയ്യണം. UNI എൻ്റർ കൊടുത്തിട്ട് നമ്മൾ ഫുള്ള് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒറ്റ പീസായിട്ടാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഞാൻ വോളും കൂടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വോളും കൂടെ ഞാനൊന്ന് ഓൺ ചെയ്യുക. ഓൺ ചെയ്യുമ്പോൾ ഫുള്ള് ഒരു ഇത് നമുക്ക് നോക്കാൻ പറ്റും. ഇങ്ങനെയായിട്ടാണ് നമുക്ക് ആ ഒരു വീടിൻ്റെ റൂഫ് വന്നിട്ടുള്ളത്. പക്ഷേ ഈ റൂഫിനകത്ത് അടിയിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്കിതെങ്ങനെ ഇരിക്കുന്നു, ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഇരിക്കുന്നത്. അത് നമുക്ക് പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ താഴത്തേക്ക് ഹോളോ ആയിട്ട് എന്താണോ ഷേപ്പ് അതനുസരിച്ച് അതേപോലെ ഒരു ഹോളോ ആണ് വേണ്ടത്. സോ ഫോർ ദാറ്റ് നമ്മളൊരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് യൂസ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യുക, ഒരു കോപ്പി എടുക്കുക. ഈ ഒരു റൂഫ് ഇപ്പോൾ ഒറ്റ യൂണിയൻ ചെയ്തതുകൊണ്ട് ഒറ്റ പീസായിട്ടാണ് ഇരിക്കുന്നത്. ഇതിനെ ഞാനൊന്ന് കോപ്പി എടുക്കുക. കോപ്പി എടുത്ത് എൻ്റർ കൊടുത്തിട്ട് ഞാനൊരു 5 അതിനൊന്ന് നീക്കി വെക്കുക. ഒരു 5 സെൻറ്റിമീറ്റർക്കുള്ളത് മതി. ഇപ്പോൾ 2 റൂഫ് ഇവിടെ ഉണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു 2 റൂഫിലെ മേലത്തെ റൂഫിൽ നിന്ന് താഴത്തെ റൂഫ് ഞാനൊന്ന് ഡിലീറ്റ് ചെയ്യുക. ഈ റൂഫ് മൈനസ് ഈ റൂഫ്. അപ്പം നമുക്ക് എങ്ങനെയായിരിക്കും കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇപ്പോൾ കണ്ടോ, ആ മേലത്തെ ആ റൂഫിൻ്റെ ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഈ ബേസ്മെൻറ്റും സൈറ്റും ഒക്കെ ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നെങ്കിൽ മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. സോ നമുക്ക് ഒരു കോംപ്ലക്സ് റൂഫ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുക.